ഹലോ ഫ്രണ്ട്സ്, ക്ലിപ്സ് ആൻഡ് ക്ലാസ് എന്ന ചാനലിലേക്ക് നമ്മുടെ കൂട്ടുകാരെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസിനെ പറ്റി പറയാനാണ് വന്നിട്ടുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 60 കിലോമീറ്ററോളം വരുന്ന ഒരു സ്ഥലമാണ്, ദൂരം വരുന്ന ഒരു സ്ഥലമാണ്. തൃപ്പരപ്പ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴുള്ള അതിമനോഹാരിത ആസ്വദിക്കാൻ അവിടെയുള്ള ചില ഓട്ടോ ചേട്ടന്മാർ നമ്മളെ സമ്മതിക്കില്ല എന്നുള്ള ഒരു വസ്തുതയാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് തൃപ്പരപ്പിലേക്ക് ഒന്ന് യാത്ര പോയി. അപ്പോൾ എൻ്റെ മകൾക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. സ്കൂള് അവധിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ യാത്രയായതാണ്. ഈ യാത്ര ചെയ്ത് അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് ആ റോഡിൽ നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്ത് തൃപ്പരപ്പിലേക്ക് എത്തണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് ടിക്കറ്റ് അടിച്ചു തരാൻ വേണ്ടി ആളുകൾ നിൽക്കുകയാണ്. ഈ ഒരു ടിക്കറ്റ് അടിച്ചു തന്നതിന് ശേഷം 50 രൂപയും വാങ്ങി. അപ്പോൾ ഞാൻ കരുതിയത് എന്തെന്ന് വെച്ചാൽ ഈ 50 രൂപ കൂടെ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് വാങ്ങിയപ്പോൾ നമുക്കത് ഒരു പാർക്കിങ്ങിനും കൂടെ ഉള്ള ഫീസ് ആയിരിക്കാമെന്ന് കരുതി. പക്ഷേ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പാർക്കിംഗ് സ്പേസും ഇല്ല. അവിടെ കിടന്ന് വെള്ളം കുടിച്ച് വണ്ടി ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വീണ്ടും തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും റോഡരികിൽ കുറച്ച് വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ട്. അത് ഒതുക്കി ഒരു സൈഡിൽ, ഒരു ലൈനായിട്ട് ഒരു സൈഡിൽ നിർത്തിയിട്ടുണ്ട്. റോഡിനൊന്നും ഒരു തടസ്സവുമില്ല. ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ആ ഗ്യാപ്പിലേക്ക് എൻ്റെ വാഹനം കൊണ്ട് നിർത്തി ഒതുക്കി പാർക്ക് ചെയ്തതാണ്. പാർക്ക് ചെയ്ത് തിരിഞ്ഞതും പുറത്തേക്ക് ഇറങ്ങിയതും ഒരു വ്യക്തി വന്ന് എന്നോട് വല്ലാതെ വഴക്കുണ്ടാക്കുകയാണ്. ഒരു ഓട്ടോ ചേട്ടനാണ് ആള്. പുള്ളിക്കാരൻ അവിടെ വന്നിട്ട് വണ്ടി ഇവിടെ ഇടാൻ പറ്റില്ല, വണ്ടി ഇപ്പോൾ എടുക്കണം, ഇത് കുറെ കേരള രജിസ്ട്രേഷനിലുള്ള കുറെ ആളുകൾ വണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുറേ വല്ലാതെ വർത്തമാനമൊക്കെ പറഞ്ഞു. ഞാനും പറഞ്ഞു നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ, ഞാൻ എൻ്റെ വണ്ടി ഇവിടെ തന്നെ ഇടും എന്നും പറഞ്ഞ് ഞാൻ വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. കുറച്ചങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് തന്നെ എൻ്റെ അമ്മയും കൂടെയുള്ള ആളുകളും ഒക്കെ പറഞ്ഞു, ചേട്ടാ നമ്മളിനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും അവന്മാർ ഇതിൽ ചെയ്തു വെച്ചാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനും കരുതി ശരിയാ, ചിലപ്പോൾ ഇനി അങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മളിനി അതിൻ്റെ പുറകെ നടക്കണ്ടേ എന്നും പറഞ്ഞ് ഞാൻ പിന്നെ ആ വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് തിരിച്ച് പോകാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനുള്ള പദ്ധതിയിലായിരുന്നു. അപ്പോഴേക്കും എനിക്ക് അതൊരു പാർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലം കണ്ടുകിട്ടി. ഞാൻ അവിടെ പാർക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ ആ ഒരു കംപ്ലീറ്റ് മനസ്സും നശിച്ചു. ഈ മനോഹരമായ സ്ഥലം ഒന്ന് ആസ്വദിക്കാനോ എൻ്റെ മോഹക്ക് ആ ഒരു സ്ഥലത്തേക്ക് ഒന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഒന്നും അതൊക്കെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ ആളുകളുടെ പെരുമാറ്റം. ചുമ്മാ വെറുതെ വന്ന് വഴക്കുണ്ടാക്കുകയാണ്. അവർക്കൊന്നും യാതൊരു കാര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇനിയും തൃപ്പരപ്പിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഇത് ഒന്ന് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട ഒരു വീഡിയോ ആണ്. അതിൽ രസമുള്ള ഒരു കാര്യം മറ്റൊന്നാണ്, ഈ 50 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഈ ടിക്കറ്റ് എന്ന് പറയുന്നത് പാർക്കിങ്ങിനെ അല്ല, അതിൽ ആ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കപ്പം മാത്രമാണ്. അപ്പോൾ പാർക്കിങ്ങിന് നമ്മൾ മറ്റൊരു പൈസ നമ്മൾ വീണ്ടും അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ ഈ വരുന്ന ടൂറിസ്റ്റിനെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു വസ്തുത എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം എന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.